വാളോങ്ങിക്കൊണ്ട് ആ സഭയിലേക്ക് ഹിരണ്യകശിപു ഓടി ഇങ്ങോട്ട് വരികയാണ്. അച്ഛൻ വരണ കണ്ടാൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. അങ്ങനെയാണ് പ്രഹ്ലാദൻ പതിവ്. ഇപ്പോൾ സാഷ്ടാംഗം വീണ് നമസ്കരിക്കാൻ വയ്യ, തൂണുമൽ പിടിച്ച് കെട്ടിയിട്ടേക്കാണ്. എന്നാലും അടുത്തെത്തിയപ്പോൾ നമസ്കാരം തലയൊന്ന് താഴ്ത്തി നമസ്കരിച്ചു. അത് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് ദേഷ്യം ഒന്നും കൂടി വർദ്ധിച്ചു. സർപ്പപദാഹതൈവ, ഈ മൂർഖം പാമ്പിനെ ചവിട്ടിയാൽ 10 വിടർത്തി ശീലക്കാരത്തോടു കൂടി കൊത്താൻ വരും, അതുപോലെ ആയിപ്പോയി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം. താൻ ഇല്ലാത്ത സമയത്ത് ഈ കുട്ടികളെ മുഴുവനും തൻ്റെ ശത്രുവിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കേൾപ്പിച്ചു. തന്നെ കൺമുന്നിൽ കാണുമ്പോഴോ വലിയ കേമായിട്ട് വിനയം ഭാവിക്കലും ഇത് ശരിയായ വിനയം അല്ല, ഇത് കപടവിനയം ആണ്. അടുക്കൽ അങ്ങോട്ട് ചെന്നിട്ട് വിളിച്ചു പ്രഹ്ലാദനെ, ഹേ ദുർവിനീത, എടാ ധിക്കാരി എന്ന്. കുലഭേദകര അധമ, നീ വംശം മുടിക്കാൻ വേണ്ടിയിട്ട് പിറന്നവനാണ്. ഞാൻ ആരാന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ പുരികക്കൊടി ഒന്ന് വളഞ്ഞാൽ, എൻ്റെ കണ്ണൊന്ന് ചുമന്നാൽ ലോകപാലന്മാർ പോലും പേടിച്ചു പോകും. അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ നീ വെറും 5 വയസ്സുകാരൻ ധിക്കാരം കാണിക്കണു. ഇതിന് പാകത്തിന് ഏതോ ഒരു പിൻബലമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏതാ നിൻ്റെ പിൻബലം? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു പിൻബലവും ഇല്ല. എൻ്റെ പിൻബലവും ഈ കുട്ടികളുടെ പിൻബലവും ഈ ലോകത്തിൻ്റെ മുഴുവനും പിൻബലവും അച്ഛൻ്റെ പിൻബലവും ഒന്ന് തന്നെ. ആ പിൻബലത്തിന് പേര് പലതും പറയണു. കാലം, ഉരുക്രമൻ, മഹാവിഷ്ണു, ഈശ്വരൻ, ഇങ്ങനെ പല പേരും പറയണു എന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഈ പറയണതൊന്നും അച്ഛന് മനസ്സിലാവണില്ല. അച്ഛൻ ശത്രുക്കളെ മുഴുവൻ ജയിച്ചു എന്നാണ് അഭിമാനിക്കുന്നത്. പുറത്തല്ല അച്ഛന് ശത്രുക്കൾ, അകത്താണ് കാമം, ക്രോധം, ലോഭം, മോഹം, ഇതൊക്കെയാണ് അച്ഛൻ്റെ ശത്രുക്കൾ. ഈ ശത്രുക്കളെ ജയിച്ചാൽ ഞാൻ പറയണതൊക്കെ അച്ഛന് നല്ലോണം മനസ്സിലാവും. ഇത്രയും കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് ദേഷ്യം ഒന്നും കൂടി വർദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, വ്യക്തം ത്വം മർത്തുകാമോസി, ഇപ്പം എനിക്ക് തീർച്ചയായി നീ ചാവാൻ പോവുകയാണ് എന്ന്. ചാവണേന് മുമ്പ് ചില ആളുകൾ പിച്ചും പേയും ഒക്കെ പറയാറുണ്ട്. നീ എൻ്റെ മുഖത്ത് നോക്കി ഈ പറഞ്ഞത് മുഴുവനും ശുദ്ധ അസംബന്ധമാണ്. ഓ, നീ പറഞ്ഞു നിൻ്റെ പിൻബലവും എൻ്റെ പിൻബലവും ഇവരുടെ പിൻബലവും എന്നൊക്കെ. നീ പറയണ ഈ പിൻബലത്തിനെ അന്വേഷിച്ച് ഞാൻ എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഒരൊറ്റ ദിക്കിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മുഖത്ത് നോക്കി നുണ പറയരുത് പ്രഹ്ലാദ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. മദന്യോ ജഗതീശ്വര, ഞാനല്ലാതെ കണ്ടൊരു ഈശ്വരൻ ഈ ലോകത്തിൽ വേറെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എവിടെ? പ്രഹ്ലാദൻ പറഞ്ഞു ധൈര്യമായിട്ട്, അച്ഛാ, സർവത്ര, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കി നുണ പറയരുതെന്ന്. എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, ഒരു ദിക്കിലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്, അങ്ങനെ ഒരുത്തൻ നിനക്കുണ്ടെങ്കിൽ അവൻ എവിടെ? പ്രഹ്ലാദൻ പറഞ്ഞു സർവത്ര, എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന്. എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലേ ഈ തൂണുമൽ കാണേണ്ടതല്ലേ? എന്തുകൊണ്ട് ഈ തൂണിൽ കാണാനില്ല? കസ്മാൽ സ്തംഭേ എന്ന ഹിരണ്യകശിപു ചൂണ്ടിക്കാണിച്ച ആ തൂണുമലേക്ക് പ്രഹ്ലാദൻ ഒന്നങ്ങോട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ദൃശ്യതയെ കാണാനുണ്ടല്ലോ. ഹിരണ്യകശിപു നല്ലോണം തുറിച്ചു മിഴിച്ചു നോക്കി, കാണാനില്ല. പിന്നെയും ചോദിച്ചു, എന്തുകൊണ്ട് തൂണിലില്ല എന്ന്. പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യത കാണാനുണ്ട്, നോക്കൂ എന്ന്. ഹിരണ്യകശിപുവിന് കാണാനില്ല, പ്രഹ്ലാദന് കാണാനും ഉണ്ട്. ഭഗവാനെ കണ്ടു എന്ന് മാത്രമല്ല, പ്രഹ്ലാദൻ കണ്ണടച്ചു, തൊഴുതു പിടിച്ചു, അവിടെ അങ്ങോട്ട് നിന്നു. പിന്നെ അവിടെ നടന്നതൊന്നും പ്രഹ്ലാദനൊട്ട് അറിഞ്ഞതുമില്ല. ഹിരണ്യകശിപു ആവർത്തിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് തൂണിലില്ല, എന്തുകൊണ്ട് തൂണിലില്ല എന്ന്. പ്രഹ്ലാദൻ മിണ്ടണില്ല. അപ്പോൾ തോന്നി, ഇങ്ങനെയുള്ള ചില ആളുകൾ ഈ സൂത്രത്തിൽ നേരിട്ട് ഉത്തരം പറയേണ്ടി വരുമ്പോൾ മിണ്ടാണ്ട്, അതൊരു സൂത്രം. അങ്ങനെയാണെന്നാണ് ഹിരണ്യകശിപു ധരിച്ചത്. ദേഷ്യം അത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കുകയാതെ കണ്ടായപ്പോൾ ഒരു 2 തവണ അങ്ങോട്ട് അലറി. എന്നിട്ട് വാളൊന്നങ്ങോട്ട് ഇളക്കി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരുത്തൻ നിനക്കുണ്ടെങ്കിൽ അവൻ ഇവിടെ വന്ന് നിന്നെ രക്ഷിക്കണത് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞു. ഒരൊറ്റ വെട്ട് പ്രഹ്ലാദനെ. ആ വെട്ട് പ്രഹ്ലാദൻ്റെ മേൽ കൊണ്ടില്ല, പകരം ആ വാള് പിടിച്ചിട്ടുള്ള മുഷ്ടി ആ തൂണുമൽ വന്ന് ഒരൊറ്റ ഇടി അങ്ങോട്ട് ഇടിച്ചു. അതോടെ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് അതിഭയങ്കരമായ ഒരട്ടഹാസം. ഹിരണ്യകശിപുവിൻ്റെ മുഷ്ടി തൂണുമ്മൽ അങ്ങോട്ട് ഇടിക്കാത്ത താമസം അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിഭയങ്കരമായ ഒരു അട്ടഹാസത്തിൻ്റെ ശബ്ദം. ഹിരണ്യകശിപു കേട്ടിട്ടേയില്ല ഇമ്മാതിരി ഒരു ശബ്ദം. അദ്ദേഹം ഒന്ന് ഞെട്ടിപ്പോയി. തൂണുമലയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കണ്ടു തൂണിങ്ങനെ പിളർന്നിങ്ങനെ വരണു അതിൻ്റെ ഉള്ളിൽ നിന്ന്. ആദ്യം പുറത്തേക്ക് വന്നത് വെളുത്ത കുഞ്ചിരോമങ്ങളാണ്. അതിങ്ങനെ ആകാശത്തിലുള്ള മഴക്കാറുകളെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, അതിൻ്റെ താഴെ ചുളി വീണിട്ടുള്ള പരന്ന നെറ്റി, വളഞ്ഞ 2 പുരികക്കൊടികൾ, അതിന് താഴെ ഉരുട്ടിമഴിച്ചുള്ള 2 കണ്ണുകൾ, ഇങ്ങനെ തീപ്പൊരി പാറിക്കൊണ്ടുള്ള കണ്ണുകൾ, കാച്ചിപ്പഴുപ്പിച്ച സ്വർണം പോലെ പൊളിച്ചിട്ടുള്ള വായ, ദംഷ്ട്രകൾ ഇങ്ങനെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്, നാവ് നീട്ടിയിട്ടുണ്ട്, നീണ്ട താടിരോമങ്ങളും. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും വായിൽ നിന്നിങ്ങനെ തീജ്വാലകൾ ഭം എന്നിങ്ങനെ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്നു.
കഴുത്തിന് മുകളിൽ സിംഹം, താഴെ മനുഷ്യനും. പല കൈകളുണ്ട്, 2 കൈകളിൽ കൂർത്ത നഖങ്ങളുമുണ്ട്. ഈ രൂപം കണ്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പ്രായേണമേയം ഹരിണോരുമായിന, ഇതാണ് മഹാവിഷ്ണു എന്ന്. വാളും പരിചയെടുത്തുകൊണ്ട് ഭഗവാന്റെ നേർക്ക് അങ്ങ് ചാടിച്ചെന്നു. പകൽ സമയത്ത് കൊല്ലുവയ്യ എന്നാണ് ബ്രഹ്മാവ് വരം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ചെറുതായിട്ടൊന്നിങ്ങനെ കളിച്ചു. കഷ്ടിച്ച് നേരം സന്ധ്യ ആവാൻ പോണു എന്നങ്ങോട്ട് വന്നപ്പോൾ അടക്കിപ്പിടിച്ചിങ്ങോട്ട് നിർത്തി ഹിരണ്യകശിപുവിനെ. എന്നിട്ട് ചെവിയിൽ ഒരൊറ്റ അട്ടഹാസം. അതോടുകൂടി ഹിരണ്യകശിപു അങ്ങോട്ട് തളർന്നുപോയി. അവിടുന്ന് അങ്ങോട്ട് എടുത്തു. അകത്തല്ല പുറത്തല്ല ഉമ്മറപ്പടിയിൽ അങ്ങോട്ട് ഇരുന്നു. ആകാശത്തിൽ വെച്ചല്ല ഭൂമിയിൽ വെച്ചുമല്ല, തൻ്റെ മടിയിൽ അങ്ങോട്ട് കിടത്തി. കൈകളെ കൊണ്ട് ഓരോരോ ഭാഗത്തും നല്ലോണം അമർത്തിപ്പിടിച്ചു. 2 കൈകളിലുള്ള കൂർത്ത നഖങ്ങൾ ആ മാർവിടത്തിൽ അങ്ങോട്ട് ഇറക്കി. എന്നിട്ട് 2 ഭാഗത്തേക്കും കീറി അങ്ങോട്ട് പൊളിച്ചു. ഇതേവരെ ലോകം മുഴുവനും മടക്കി ഭരിച്ച രക്തം മുഴുവനും തിളച്ചിങ്ങോട്ട് വന്നു തുടങ്ങി. ഒരു തുള്ളി പോലും പുറത്തു പോവാതെ കമഴ്ന്ന് കിടന്ന് സീൽക്കാരത്തോടുകൂടി വലിച്ച് അങ്ങോട്ട് കുടിക്കാനും തുടങ്ങി. കുറേനേരം രക്തം കുടിച്ചു. പിന്നെ കുറേനേരം അങ്ങോട്ട് അലറി. അപ്പോഴേക്കും വീണ്ടും രക്തം തുടങ്ങി. രക്തം കുടിച്ചു, പിന്നെയും അലറി, രക്തം കുടിച്ചു, അലറി, രക്തം കുടിച്ചു, അലറി. ഇങ്ങനെ ബദ്ധോത്സവം പായം ഉദൈരയോ ബഹു ജഗൽ സംഹാരി സിംഹാരവാൻ. ഉറക്കുറക്കെ ഇങ്ങനെ അലറുണ്ട്. പിന്നെയും ഇങ്ങനെ രക്തം കുടിക്കുന്നുണ്ട്. രക്തം ഇങ്ങനെ പിന്നെയും ഒഴുകി ഇങ്ങനെ വരുമ്പോഴേ അവനവൻ്റെ കയ്യിൽ തന്നെ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് സ്വന്തം തലയിൽ അങ്ങോട്ട് ഒഴിച്ചു തുടങ്ങി. ശരിക്കും നല്ല രക്തം കൊണ്ടുള്ള അഭിഷേകം. ഇതേവരെ നല്ല വെളുത്ത നരസിംഹമൂർത്തിയായിരുന്നു. ഇപ്പോൾ രക്താഭിഷിക്തനായിട്ട് ഉറക്കെ ഇങ്ങനെ അലറിക്കൊണ്ടിരുന്ന സമയത്ത് ലോകമാസകലം കിടുകിടുകിട ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിന്നു. അവസാനത്തേതായ രക്തത്തുള്ളിയും കൂടി നാവ് കൊണ്ട് നക്കി തുടച്ചങ്ങോട്ട് എടുത്തു. എന്നിട്ട് ദംഷ്ട്രകളെ കൊണ്ട് ആ കുടർമാലയും കടിച്ചു വലിച്ചങ്ങോട്ട് എടുത്തു. ശരീരം വലിച്ചൊരൊറ്റ ഏറങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ട് ആ സഭയിലിങ്ങനെ നടന്നു ഉറക്കെ ഇങ്ങനെ അലറിക്കൊണ്ട്. ഈ അട്ടഹാസം കാരണം അന്തരീക്ഷത്തിലിങ്ങനെ കൊടുങ്കാറ്റുണ്ടാവണു. അതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ തിരമാലകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് കഷ്ടിച്ച് രാത്രിയാവാൻ തുടങ്ങി, നക്ഷത്രങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഒന്നിങ്ങനെ മുകളിലേക്ക് നോക്കും. അതോടുകൂടി നക്ഷത്രങ്ങൾ ഇങ്ങനെ കരിഞ്ഞിങ്ങനെ താഴോട്ടിങ്ങനെ വീഴുന്നു. ഇനി എന്ത് ചെയ്യണം എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ദേവന്മാരെല്ലാം പേടിച്ച് അതാത് സ്ഥാനത്തിരുന്നു കൊണ്ട് ഓരോ ശ്ലോകം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ടും ഭഗവാന്റെ ഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. 2ഉം കൽപ്പിച്ച് ബ്രഹ്മാവ് ആ സഭയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇതൊന്നും അറിയാതെ ഉണ്ട് പ്രഹ്ലാദൻ ബന്ധനത്തിൽ നിൽക്കുകയാണ്. ആ ബന്ധനം അങ്ങോട്ട് അഴിച്ചു. പ്രഹ്ലാദൻ്റെ തോളത്തൊന്നിങ്ങനെ തട്ടി. അപ്പോൾ കണ്ണു തുറന്നു. ബ്രഹ്മാവ് ചൂണ്ടിക്കാണിച്ചു, ദാ ഭഗവാൻ നിൽക്കണു, ചെന്ന് നമസ്കരിക്കൂ എന്ന്. പ്രഹ്ലാദൻ ചെന്ന് അങ്ങോട്ട് നമസ്കരിക്കേണ്ട താമസം. ഇതേവരെ തീപ്പൊരി പാറിയിരുന്ന കണ്ണിൽ നിന്ന് കാരുണ്യത്തിൻ്റെ അശ്രുബിന്ദുക്കളിങ്ങനെ ഊർന്നൂർന്ന് വീഴാൻ തുടങ്ങി. പ്രഹ്ലാദൻ ഭഗവാന്റെ മുഖത്ത് നോക്കി സ്തുതിക്കാനും ആരംഭിച്ചു. ഭഗവാന്റെ മുഖത്ത് നോക്കി പ്രഹ്ലാദനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. പ്രഹ്ലാദൻ്റെ സ്തുതി കുറച്ച് നീണ്ടതാണ്. അത് നമുക്ക് നാളെ കൃത്യം 6:30 മണിക്ക് അനുസ്മരിക്കാം. നാളെ ഭഗവാന്റെ മറ്റ് അവതാരങ്ങളെല്ലാം കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും ദേവകീ വസുദേവന്മാരുടെ പുത്രത്വേന മഥുരാപുരിയിൽ കാരാഗൃഹത്തിൽ ഭഗവാൻ അവതരിക്കും. ആ രംഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമാറാകട്ടെ. നാരായണ നാരായണ നാരായണ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. കാളിമഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. നാരായണ നാരായണ നാരായണ.